ഇനിയും നിശ്ചയപ്രവർത്തനം ദൈവവചനമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. വളരെ പെട്ടെന്നാണ് ഇന്ന് മോർണിംഗ് ഒരു 9 o'clock ആയപ്പോഴത്തേക്കാണ് പാസ്റ്റർ വിളിച്ച് ഇങ്ങനെ ഒരു ചെറിയൊരു മെസ്സേജ് 5 minutes കൊടുക്കണമെന്ന് പറഞ്ഞത്. ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്തൊരു സ്പെഷ്യൽ മെസ്സേജ് ആയിട്ടൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. എങ്കിലും ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് യൗവനക്കാരെ ഓർത്തുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ബൈബിളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്യമുണ്ട്. അത് റോമർ 9:11. അതിനകത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വേർഡാണ് എന്നെ ഏറ്റവും എന്നെ ധൈര്യപ്പെടുത്തുന്നതും എന്നെ വളരെയധികം എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്കാണത്. ഞാൻ ആ വാക്ക് മാത്രം പറയാം. വിളിച്ചവൻ്റെ ഇഷ്ടം എന്നാണ് അതിനകത്തുള്ള ആ വാക്ക്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്. ഞാൻ ആ വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. റോമർ 9:11. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണ്ണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. നമുക്കറിയാം അതിൻ്റെ കോണ്ടെക്സ്റ്റ്. ഏശാവും യാക്കോബും ജനിക്കുന്നതിന് മുമ്പ് റിബേക്ക പോയപ്പോൾ ദൈവം കൊടുത്ത ഒരു ആലോചനയായിരുന്നു. അപ്പം ദൈവം അപ്രകാരം യാക്കോബിനെ തിരഞ്ഞെടുത്തു. ആ ഒരു വിളിച്ചവന്റെ ഇഷ്ടം നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. വിളിച്ചവന്റെ ഇഷ്ടം എന്നുള്ള ഒരു വാക്ക് മാത്രമാണ്. കാരണം ഞാനും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആ ദൈവത്തിന്റെ ആ ഒരു ഇഷ്ടം കൊണ്ടാണ്. അല്ലാതെ എന്റെ പ്രവൃത്തികൾ നിമിത്തോ അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുവാനും ഇവിടെ ഈ ഒരു ചെറിയൊരു മെസ്സേജ് തരാനും ഒക്കെയും ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കി തരുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അപ്രകാരമാണ്. ആ ഒരു വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം മാത്രമാണ് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മളെ എപ്പോഴും ധൈര്യപ്പെടുത്തണം. നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും, എൻ്റെ ജീവിതത്തിലാണെങ്കിലും വളരെയധികം പ്രതികൂലങ്ങളും വളരെയധികം കഷ്ടതകളും ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞൊരു വർഷക്കാലമാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ പെട്ടെന്ന് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എങ്കിലും അവിടെയൊക്കെ ഈ ഒരു വചനവും അതുപോലെ തന്നെ ഈ ഒരു സ്പെസിഫിക് വേഴ്സ് മാത്രമല്ല, ദൈവവചനമാണ് എപ്പോഴും എന്നെ ധൈര്യപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ദൈവം തിരിച്ച് നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനത്തിലൂടെയാണ്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഓരോ വചനങ്ങളിലും നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിച്ചിരിക്കുന്ന വചനങ്ങളൊക്കെ നമുക്ക് ഓരോ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ ഒരു വേഴ്സ്, പർട്ടിക്കുലർ ആയിട്ടുള്ള വേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ടൊരു ദൈവവചനം പഠിക്കുന്നവരും വായിക്കുന്നവരും ആണെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം നമുക്കൊരു റെഗുലർ ബൈബിൾ റീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു വാക്യമായിരിക്കും ആ ദിവസം. ഇപ്പം ഇന്ന് ഞാൻ വായിക്കുന്ന ഒരു അധ്യായം, അതിനകത്ത് ഇപ്പം ഞാൻ സെക്കരിയാവ് 3-ാം അധ്യായമാണ് വായിക്കുന്നതെങ്കിൽ ആ ഒരു അധ്യായത്തിന്റെ വാക്യത്തിലൂടെ ദൈവം ഇന്ന് എന്നെ ധൈര്യപ്പെടുത്തും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾക്കോ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്യം ആ ഒരു അധ്യായത്തിലായിരിക്കും ഉള്ളത്. അങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു ബൈബിൾ റീഡിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുക. അല്ലാതെ ദൈവം നമ്മളോട് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൈവവചനമാണ്. നമുക്ക് യോഹന്നാൻ 1:1 വാക്യം നമുക്കറിയാം. ദൈവവചനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വചനം ദൈവമാണ്. ദൈവത്തിന്റെ നമുക്ക് ഒരു മായവും ഇല്ലാതെ, ഇപ്പോൾ നമ്മൾ പ്രസംഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ ഇതിനകത്തെല്ലാം അവൈലബിൾ ആണ്. അതിനകത്തൊക്കെ നമുക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളവരാണോ പറയുന്നത് അതോ ദുരുപദേശമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവവചനം മാത്രമാണ് ഒരു മായവും ഇല്ലാതെ നമുക്ക് ഏറ്റവും 100% ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് യൗവനക്കാര് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ ആ ഒരു ശീലം നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണേലും ഇപ്പം എല്ലാവർക്കും എന്താ പറയുക, ഒരു സോഷ്യലിസം ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. പണത്തിന്റെ ഒക്കെ വേരിയേഷൻസ് നമുക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടാവും. അതിൽ തമ്മിലുള്ള അന്തരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ സമയം എല്ലാവർക്കും, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും നമ്മൾ ഓരോരുത്തരാണെങ്കിലും നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസമുള്ളത്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ദൈവവചനത്തിനും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കും ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു വ്യത്യാസവും അതിൻ്റെ ഒരു ദൈവം തരുന്ന ഒരു ധൈര്യവും നമ്മൾ ഈ പറയുന്ന പ്രതികൂലങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ അതിലെല്ലാം ധൈര്യത്തോടെ നിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ദൈവവചനവും പ്രാർത്ഥനയും മാത്രമാണ്. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. കാരണം നമ്മൾ പലയിടങ്ങളിലേക്ക് കടന്നു പോകും. നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ യൗവനക്കാരും എല്ലാവരും
പല മേഖലകളിലേക്ക് കടന്നു പോകും, വിദേശങ്ങളിൽ പോകും. അവിടെയെല്ലാം നമ്മൾ പെട്ടെന്ന് എൻഗേജ് ആവും, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ ഈ പറയുന്ന ദൈവവചനത്തിന് ഇതിനൊന്നും സമയം സ്പെൻഡ് ചെയ്യാനില്ലാതെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ബിൽഡ് ചെയ്യുവാണെങ്കിൽ യൗവനക്കാരായിട്ടുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അതുപോലെ എല്ലാ മുതിർന്നവർക്കും നമുക്ക് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ഒരു വർഷം May 1 ഞാൻ ബൈബിള് വായിച്ചൊരു യൂട്യൂബിൽ അത് റെക്കോർഡ് ചെയ്ത് ഓരോ അധ്യായം ബൈബിള് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇടുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അങ്ങനെ പലതവണ ബൈബിള് വായിക്കുവാനും ബൈബിളിലെ കാര്യങ്ങൾ പല രീതിയിൽ അതിനെ ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. ആ ദൈവവചനമാണ് എനിക്ക് ഒത്തിരി ബലം തന്നത്. അത് നിങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പെർഫെക്റ്റ് അല്ല. ഞാനും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്, ഒരു പാപിയാണെന്ന് ഇപ്പോഴും എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഞാനൊരു നീതിമാനൊന്നും അല്ല. എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ ദേഷ്യവും കോപവും അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം ഓവർകം ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഈ ദൈവവചനം ചിലരുടെ ജീവിതത്തിൽ നമ്മളൊരു ഫിൽട്ടർ ആണെങ്കിൽ, ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഒക്കെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ ചിലർ പറയും ഞാൻ എത്ര വചനം വായിച്ചാലും അതൊന്നും എൻ്റെ ഉള്ളിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഉള്ളിൽ അതൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു ഫിൽട്ടറാണ്, നമ്മൾ ഈ പറയുന്ന അരിപ്പ പോലെയാണ്. അപ്പോൾ ഈ വെള്ളം നമ്മളെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അരിപ്പയിലുള്ള ഡേട്ടും ചെറിയ ചെറിയ പൊടികളെല്ലാം മാറി അത് ക്ലീൻ ആവും. അങ്ങനെ ഒരു പ്രയോജനം അതിലുണ്ടാവും. നമ്മളൊന്നും ആ വെള്ളം അതിനകത്ത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ആ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേനും അങ്ങനെ നമ്മൾ ക്ലെൻസ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഈ പാപങ്ങളും ഈ പ്രവൃത്തികളെല്ലാം, ഈ ദോഷപ്രവൃത്തികളെല്ലാം മാറി ഇങ്ങനെ ക്ലെൻസ് ആയിരിക്കും. അതുപോലെ ഒരു കണ്ടെയ്നറാണ് നമ്മളെങ്കിൽ അതിനകത്തുള്ള ഡേട്ട് ഈ പറയുന്ന പോലെ വെള്ളത്തിന്റെ അടിയിൽ നമ്മൾ ഡേട്ടുള്ള ഒരു ബക്കറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ചെയ്യുമ്പോൾ, അതിങ്ങനെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വീണ് ഓവർഫ്ലോ ചെയ്യുമ്പോൾ നമുക്കറിയാം മഴയത്തൊക്കെ നമ്മൾ ഈ മഴവെള്ളം സംഭരിക്കാൻ വേണ്ടി ഒരു കണ്ടെയ്നർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ശക്തിയായിട്ട് വീണ് അത് ഓവർഫ്ലോ ചെയ്യുമ്പോൾ അതിനകത്തെ ഡേറ്റെല്ലാം ക്ലീൻ ആവും. അപ്രകാരം നമുക്ക് ഈ പറയുന്ന പോലെ വചനം നമ്മൾ വായിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ഇപ്രകാരം ഒരു പാത്രമായി തീരുവാനും അതുപോലെ ഒരു ഫിൽറ്ററായി തീരുവാനും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ ഉള്ളിലെ മറ്റുള്ള ദോഷപ്രവൃത്തികളും ഓരോരോ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ അറിയാം. നമുക്ക് ഇതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഈ ഫോണും അതുപോലെ നമുക്കറിയാം ഇതിനകത്ത് പല രീതിയിലുള്ള സോഷ്യൽ മീഡിയാസും ഒക്കെ നമ്മുടെ സമയം വളരെയധികം കവർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറാം. നമുക്ക് ഈ പറയുന്ന പോലെ അറ്റൻഷൻ സ്പാൻ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ പല വിധത്തിലുള്ള ഈ പറയുന്ന നമ്മുടെ ശ്രദ്ധയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും കുറച്ച് നേരത്തേക്ക് ഇപ്പൊ ഈ പറയുന്ന പ്രസംഗത്തിൽ പോലും പൂർണ്ണമായിട്ട് നമുക്ക് ഫോക്കസ് ആകാൻ പറ്റുന്നില്ല. അങ്ങനെ പല രീതിയിൽ ഇനിയും മുന്നോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ആ ഒരു പ്രശ്നം ഉണ്ടാകും. നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള പല കണ്ടന്റുകൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വ്യത്യസ്തതയൊക്കെ ആഗ്രഹിച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ദൈവവചനത്തിലോ ഒക്കെ നമുക്ക് ആ ഒരു രസം കണ്ടെത്തുവാൻ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയകളിലോ ഒന്നും നമ്മൾ രസം കണ്ടെത്താതെ ദൈവവചനത്തിൽ നമ്മൾ രസം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മളെ നിത്യതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു വിളിച്ചവന്റെ ഇഷ്ടം നമ്മളെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഇഷ്ടത്തിന് യോഗ്യമായി തീരുവാൻ വേണ്ടി നമ്മൾ അപ്രകാരമെങ്കിലും ചെയ്യുവാൻ നമ്മളെ ജീവിതം കൊണ്ട് സാധിക്കണം. അതിനായിട്ട് നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. ഞാനും അതിനുവേണ്ടി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി ഞാൻ ഒരു ഹവർലി ബൈബിൾ റീഡിംഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓരോ മണിക്കൂറിലും ഞാൻ ഒരു അധ്യായം വെച്ച് വായിക്കും. അതിന് സാധിക്കാതെ വരുന്ന സമയങ്ങളിൽ അതിനെ അടുത്ത ഒരു ടൈമിൽ അതിനെ കൂടെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു സിസ്റ്റം പോലെ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന പല വിധത്തിലുള്ള തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ചെറിഷ് ചെയ്യുന്നതാണ്. ഏറ്റവും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞാൻ ബൈബിളിനെ കാണുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം ദൈവം എന്നെ നടത്തുവാനും ഇത്രത്തോളം ഒക്കെ ഞാൻ അർഹതയില്ലാത്ത പല കാര്യങ്ങളും ദൈവം എനിക്ക് തരുവാനും ഒക്കെ ഇവിടെയായി. അതിലൊന്നുമല്ല, ആ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല, എന്നെ അതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഞാൻ ആ നിത്യതയ്ക്ക് വേണ്ടി ഇനിയും ഒരുങ്ങുവാൻ ഓരോ ദിവസവും എന്നെ അതിനായി സഹായിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നതാണ്, ഈ ലോകപ്രകാരമുള്ള ഭൗതികമായ നേട്ടങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും ദൈവത്തിന് അല്ലെങ്കിൽ ആ നിത്യതയ്ക്ക് യോഗ്യതയുള്ള ഒരു വ്യക്തിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലെ ടെസ്റ്റിലായി പോയെങ്കിലും ഈ പ്രസംഗത്തെ താങ്ക് യു. നല്ല സന്ദേശത്തെ